2025 ജൂലൈ 30 റഷ്യയിലെ കാംചത്ക ഉപദ്വീപിൽ റിക്ടർ സ്കെയിലിൽ 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ലോകത്തെ ഒന്നടങ്കം ഞെട്ടിക്കുകയാണ്. ഈ തീവ്രത ലോകം കണ്ട ഏറ്റവും വലിയ 10 ഭൂകമ്പങ്ങളുടെ പട്ടികയിൽ ഇപ്പോൾ ഈ ദുരന്തത്തെ ചേർത്തു. കൂറിൽ ദ്വീപുകളിലും ജപ്പാനിലെ ഹൊക്കൈഡോയിലും വലിയ സുനാമിക്ക് ഇപ്പോൾ ഇത് കാരണമായപ്പോൾ അമേരിക്കയിലും ന്യൂസിലൻഡിലുമെല്ലാം സുനാമി മുന്നറിയിപ്പുകൾ മുഴങ്ങി. നിരന്തരം ഉണ്ടാകുന്ന ഇത്തരം വലിയ ഭൂകമ്പങ്ങൾ ലോകം ഒരു അവസാനത്തിലേക്ക് നീങ്ങുകയാണോ, അതോ ഭൂമിക്ക് പ്രകൃതിദത്തമായ മാറ്റങ്ങൾ മാത്രമാണോ സംഭവിക്കുന്നതെന്ന ആശങ്ക മനുഷ്യരിൽ വളർത്തുന്നുമുണ്ട്. ഒരുപക്ഷെ ഈ ദുരന്തങ്ങളെല്ലാം സംഭവിക്കുന്നത് മനുഷ്യവർഗത്തെ തന്നെ അപ്രതീക്ഷിതമാക്കാനാണോ? എന്നിട്ട് വീണ്ടും ഒരു പുതിയ ഭൂമി ആദ്യഘട്ടം അങ്ങനെ ഉണ്ടാകാനാണോ? യഥാർത്ഥത്തിൽ ലോകാവസാനം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ഒരു കാലഘട്ടത്തെ, അതായത് മുഴുവൻ മനുഷ്യജന്തുജാലങ്ങളെയും ഇല്ലാതാക്കി മറ്റൊരു പുതിയ തുടക്കത്തിന് ഭൂമി തയ്യാറാകുന്നതുമാണോ എന്ന ചിന്ത പലരിലും ഉടലെടുക്കുന്നുണ്ട്. ഈ ചിന്തകൾക്ക് പിന്നിൽ ശാസ്ത്രീയമായ കാരണങ്ങളുണ്ടോ, അതോ വെറും ഭയത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ആശങ്കകൾ മാത്രമാണോ ഇവ? നൂറ്റാണ്ടുകളായി ഭൂമിയിൽ വൻ ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവയിലൊന്നാണ് 1960 ചിലിയിലെ വാൽഡിവിയയിൽ ഉണ്ടായ ഭൂകമ്പം. റിക്ടർ സ്കെയിലിൽ 9.5 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂകമ്പം ഗ്രേറ്റ് ചിലിയൻ ഭൂകമ്പം എന്നറിയപ്പെടുന്നു. 1655 പേരുടെ ജീവൻ എടുക്കുകയും 2 ദശലക്ഷം പേരെ ഭവനരഹിതരാക്കുകയും ചെയ്ത ഈ ദുരന്തം ഭൂകമ്പങ്ങളുടെ വിനാശകരമായ ശക്തിയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. 1964 അലസ്കയിൽ 9.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഗ്രേറ്റ് അലസ്ക ഭൂകമ്പം അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേ ഭൂകമ്പം എന്നും വിളിക്കപ്പെടുന്നുണ്ട്. ഇത് 130 പേരുടെ മരണത്തിനും $2.3 ബില്യൺ നാശനഷ്ടങ്ങൾക്കും കാരണമായി. 2004 ഇന്തോനേഷ്യയിലെ സുമന്ത്രയിലുണ്ടായ 9.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഭീകരമായ സുനാമിക്ക് കാരണമായി. ഈ ദുരന്തത്തിൽ ദക്ഷിണാഫ്രിക്കയിലും കിഴക്കൻ ആഫ്രിക്കയിലുമായി 2,80,000-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 1.1 ദശലക്ഷം പേരെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തു. അതിന്റെ കെടുതികൾ ഇന്നും പല പ്രദേശങ്ങളിലും അനുഭവപ്പെടുന്നുണ്ട്. 2011 ജപ്പാനിലെ തൊഹോക്കുവിലുണ്ടായ 9.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഗ്രേറ്റ് തൊഹോക്കു ഭൂകമ്പം എന്നറിയപ്പെടുന്നു. ഇത് 15,000-ലധികം പേരുടെ മരണത്തിനും 1,30,000 പേരെ മാറ്റി പാർപ്പിക്കുന്നതിനും കാരണമായി. ഫുക്കുഷിമ ആണവ നിലയത്തിലുണ്ടായ ദുരന്തം ഈ ഭൂകമ്പത്തിന്റെ ഏറ്റവും വലിയ ഭവിഷ്യത്തുകളിൽ ഒന്നായിരുന്നു. 1952 കാംചത്കയിലുണ്ടായ 9.0 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം 9 തീവ്രത രേഖപ്പെടുത്തിയ ലോകത്തെ ആദ്യത്തെ ഭൂകമ്പമായിരുന്നു. ഹവായിൽ ആഞ്ഞടിച്ച വൻ സുനാമിക്ക് ഇത് കാരണമായി. $1 ബില്യൺ നാശനഷ്ടങ്ങളും ഉണ്ടായി. ഈ പട്ടിക ഇങ്ങനെ നീളുകയാണ്. 2010 ചിലിയിലെ ബയോബിയോ ഭൂകമ്പം 8.8 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. 523 പേർ കൊല്ലപ്പെടുകയും 3,70,000-ലധികം വീടുകൾ നശിക്കുകയും ചെയ്തു. 1906 ഇക്വഡോർ കൊളംബിയ ഭൂകമ്പം 8.8 തീവ്രത രേഖപ്പെടുത്തി. ശക്തമായ സുനാമിക്ക് കാരണമായ ഇത് 1,500 പേരുടെ മരണത്തിനിടയാക്കുകയും സാൻ ഫ്രാൻസിസ്കോ വരെ വടക്കോട്ടെത്തുകയും ചെയ്തു. 1965 അലക്സ ഭൂകമ്പം 8.7 തീവ്രത രേഖപ്പെടുത്തി. 35 അടി ഉയരമുള്ള സുനാമിയാണ് ഇതിന്റെ ഫലമായി ഉണ്ടായത്. 1950 അരുണാചൽ പ്രദേശ് ഭൂകമ്പം 8.6 തീവ്രതയാണ്. അസം ടിബറ്റ് ഭൂകമ്പം എന്നറിയപ്പെടുന്ന ഇത് 780 പേരുടെ ജീവൻ എടുക്കുകയും മേഖലയിലുടനീളം തീവ്രമായ ഭൂകമ്പത്തിനും മണ്ണിടിച്ചിലുകൾക്കും കാരണമാവുകയും ചെയ്തു. 2012 സുമാത്ര ഭൂകമ്പം 8.6 തീവ്രത രേഖപ്പെടുത്തി. ശക്തമായ ഭൂചലനത്തിന് ഇത് കാരണമായി. മരിച്ചവരിൽ ഭൂരിഭാഗം ഹൃദയാഘാതം മൂലമാണ് മരിച്ചതെന്നത് ആ ദുരന്തത്തിന്റെ ഭീകരത വെളിപ്പെടുത്തുന്നതാണ്. ഈ ഭൂകമ്പങ്ങളെല്ലാം ഭൂമിക്ക് സ്വാഭാവികമായി സംഭവിക്കുന്ന പ്രതിഭാസങ്ങളാണ്. എന്നിരുന്നാലും അവയുടെ ആഘാതം മനുഷ്യരാശിക്ക് മേൽ വലിയ തോതിലുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് പ്രധാനമായും ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം മൂലമാണ്. ഭൂമിയുടെ പുറന്തോടിന് ചെറിയ ഭാഗങ്ങളായി വിഭജിക്കുന്ന ഭീകരമായ ഈ പ്ലേറ്റുകൾ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ പ്ലേറ്റുകൾ കൂട്ടിമുട്ടുകയോ തെന്നിമാറുകയോ ചെയ്യുമ്പോൾ വലിയ തോതിൽ ഊർജം പുറത്തുവിടുകയും അത് ഭൂകമ്പങ്ങളായി അനുഭവപ്പെടുകയും ചെയ്യുന്നു. പുതിയതായി രേഖപ്പെടുത്തിയ കാംചത്കയിലെ ഭൂകമ്പം ഈ പ്രകൃതി പ്രതിഭാസത്തിന്റെ ഭാഗം കൂടിയാണ്. അതേസമയം കാലാവസ്ഥാ വ്യതിയാനങ്ങളും മനുഷ്യന്റെ പ്രവർത്തനങ്ങളും ചിലപ്പോൾ ചെറിയ ഭൂകമ്പങ്ങൾക്ക് കാരണമാകാമെന്ന് ചില ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും വലിയ ഭൂകമ്പങ്ങൾ പ്രധാനമായും സ്വാഭാവിക ഭൗമശാസ്ത്രപരമായ പ്രക്രിയകളുടെ ഭാഗമാണ്. ഭൂമിയുടെ ഉള്ളിൽ നടക്കുന്ന ഊർജ്ജതന്ത്രത്തിന്റെ സ്വാഭാവികമായൊരു ഫലം കൂടിയാണിത്. ഭൂകമ്പങ്ങൾ ഭൂമിയുടെ ആന്തരിക ഘടനയുടെ സ്വാഭാവിക പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ഭൂമിക്കടിയിലെ മാഗ്മയുടെ ചലനങ്ങൾ, ഭൗമോപരിതലത്തിലെ ഫലങ്ങളുടെ സ്ഥാനചലനങ്ങൾ എന്നിവയെല്ലാം ഭൂകമ്പങ്ങൾക്ക് കാരണമാകുന്നുണ്ട്.
ഓരോ വർഷവും ലക്ഷക്കണക്കിന് ചെറിയ ഭൂകമ്പങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകാറുമുണ്ട്. ഇവയിൽ മിക്കതും മനുഷ്യന് തിരിച്ചറിയാൻ പോലും കഴിയാത്തത്ര ചെറുതാണ്. എന്നാൽ ചില സമയങ്ങളിൽ ഭൂമിക്കടിയിലെ സമ്മർദ്ദം അതിശക്തമാകുമ്പോൾ വലിയ തോതിലുള്ള ഊർജ്ജം പുറത്തുവിടപ്പെടുകയും അത് വലിയ ഭൂകമ്പങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. ചില ശാസ്ത്രജ്ഞർ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ജലസംഭരണികളും എണ്ണ ഖനനവും പോലുള്ള വൻകിട പദ്ധതികൾ ഭൂകമ്പ സാധ്യത വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് വാദിക്കുന്നുമുണ്ട്. വലിയ അളവിൽ ജലം സംഭരിക്കുമ്പോൾ ഭൂമിക്കടിയിലെ മർദ്ദം വർദ്ധിപ്പിക്കുകയും ഇത് ദുർബലമായ ഭൗമപാളികളിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെറിയ ഭൂകമ്പങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യാം. അതുപോലെ ഭൂമിക്കടിയിൽ നിന്ന് എണ്ണയും വാതകവും വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയകൾ ഭൂമിക്കടിയിലെ ശൂന്യതയ്ക്ക് കാരണമാവുകയും ഇത് ഭൂമിക്കടിയിലെ പാളികളുടെ സന്തുലിതാവസ്ഥയെ ബാധിക്കുകയും ചെയ്യാം. എന്നിരുന്നാലും വലിയ ഭൂകമ്പങ്ങൾക്ക് പിന്നിൽ ഇത്തരം കാരണങ്ങൾക്കപ്പുറം ഭൂമിയുടെ സ്വാഭാവികമായ ഭൗമശാസ്ത്രപരമായ പ്രക്രിയകളാണ് പ്രധാനമായും പ്രവർത്തിക്കുന്നത്. ഈ വലിയ ഭൂകമ്പങ്ങൾ യഥാർത്ഥത്തിൽ ലോകാവസാനത്തിന്റെ സൂചനയാണോ എന്ന ചോദ്യം പലരുടെയും മനസ്സിലുണ്ടാകാം. എന്നാൽ ഭൗമശാസ്ത്രജ്ഞർ ഈ വാദത്തോട് യോജിക്കുന്നില്ല. ഭൂമിക്ക് കോടിക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട്. ഈ കാലയളവിൽ വൻതോതിലുള്ള ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഉൾപ്പെടെ നിരവധി പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുമുണ്ട്. ഭൂമി നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹമാണ്. ഭൂമിയുടെ ഉള്ളിലെ ഊർജം പുറന്തള്ളുന്ന ഒരു പ്രക്രിയ മാത്രമാണ് ഭൂകമ്പങ്ങൾ. ഇത് ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങളല്ല, മറിച്ച് ഭൂമിയുടെ സജീവമായ നിലനിൽപ്പിന്റെ ഭാഗമാണ്. മനുഷ്യരാശിയുടെ ചരിത്രം പരിശോധിച്ചാൽ പ്രകൃതി ദുരന്തങ്ങളെ ലോകാവസാനത്തിന്റെ സൂചനകളായി വ്യാഖ്യാനിക്കുന്ന പ്രവണത പല കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുമുണ്ട്. എന്നാൽ ഓരോ ദുരന്തത്തിന് ശേഷവും മനുഷ്യൻ വീണ്ടും അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഭൂമിക്ക് സ്വയം പുനർജീവിപ്പിക്കാനുള്ള കഴിവുമുണ്ട്. ഒരു വലിയ ദുരന്തം മനുഷ്യനെ ഇല്ലാതാക്കിയാലും ഭൂമി അതിജീവിച്ച് പുതിയൊരു ആവാസ വ്യവസ്ഥയ്ക്ക് രൂപം നൽകാനുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയില്ല. നമ്മൾ ഇന്ന് കാണുന്ന ജീവജാലങ്ങൾ രൂപപ്പെടുന്നതിന് മുൻപും ഭൂമിയിൽ പല കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തമായ ജീവിവർഗങ്ങൾ ആധിപത്യം സ്ഥാപിക്കുകയും പിന്നീട് അപ്രതീക്ഷിതമാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഭൂകമ്പങ്ങൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കെട്ടിടങ്ങൾ തകരുക, ആളുകൾ മരിക്കുക, സുനാമികൾ ഉണ്ടാവുക, അടിസ്ഥാന സൗകര്യങ്ങൾ നശിക്കുക എന്നിവയെല്ലാം വൻ ഭൂകമ്പങ്ങളുടെ ഫലങ്ങളാണ്. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും നഗരവൽക്കരണവും ദുരന്തങ്ങളുടെ ആഘാതം വർദ്ധിപ്പിക്കുകയാണ്. ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ അവ ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. ദുരന്ത നിവാരണ പരിശീലനങ്ങൾ നൽകുന്നതിലൂടെയും മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലൂടെയും നാശനഷ്ടങ്ങൾ കുറയ്ക്കാനും ജീവൻ രക്ഷിക്കാനും സാധിക്കും. പ്രകൃതിയുടെ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് അവയോടൊപ്പം ജീവിക്കാൻ പഠിക്കുക എന്നതാണ് പ്രധാനം. ലോകം ഒരുപക്ഷെ അവസാനിക്കുന്നുണ്ടാകില്ല, പക്ഷേ ഓരോ തലമുറയും ഈ വെല്ലുവിളികളെ നേരിടാനും അതിജീവിക്കാനും തയ്യാറെടുക്കേണ്ടതുണ്ട്. ഭൂമിയുടെ സ്വാഭാവിക പ്രതിഭാസങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും അതനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിത രീതികളിൽ മാറ്റം വരുത്തുകയും ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. ആസൂത്രിതമായ നഗരവൽക്കരണവും ദുരന്ത നിവാരണ രംഗത്ത് സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും സമൂഹത്തിൽ ദുരന്തങ്ങളെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതും ഭാവിയെ നേരിടാൻ നമ്മളെ പ്രാപ്തരാക്കുകയും ചെയ്യും. സുനാമി മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, ഭൂകമ്പം പ്രതിരോധിക്കുന്ന കെട്ടിട നിർമ്മാണ സാങ്കേതിക വിദ്യകൾ, അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾക്കുള്ള പരിശീലനം എന്നിവയെല്ലാം ഈ വെല്ലുവിളികളെ നേരിടാൻ നമ്മെ സഹായിക്കും. വിദ്യാഭ്യാസത്തിലൂടെയും ബോധവൽക്കരണത്തിലൂടെയും ഓരോ വ്യക്തിയും ദുരന്തങ്ങളെക്കുറിച്ചും അവയെ എങ്ങനെ നേരിടാമെന്നും മനസ്സിലാക്കേണ്ടതും അത്യാവശ്യമാണ്. പ്രകൃതിയുടെ ശക്തിക്ക് മുന്നിൽ മനുഷ്യൻ ചെറുതാണ് എന്നതാണ് സത്യം. എന്നാൽ വിവേകത്തോടെയും തയ്യാറെടുപ്പുകളോടെയും പ്രവർത്തിച്ചാൽ ഈ വെല്ലുവിളികളെ തോൽപ്പിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. ഭൂമി അതിന്റെ താളത്തിൽ ചലിച്ചുകൊണ്ടിരിക്കും. മനുഷ്യരാശിക്ക് ആ ചലനങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിയണം. ലോകാവസാനം ഒരു സാധ്യതയാണോ എന്നത് ശാസ്ത്രത്തിന് കൃത്യമായ ഉത്തരമില്ലെങ്കിലും ദുരന്തങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള മനുഷ്യന്റെ കഴിവ് ചരിത്രം പലവട്ടം തെളിയിച്ചിട്ടുണ്ട്. നമ്മൾ നേരിടാൻ പോകുന്ന ഓരോ വെല്ലുവിളികളെയും ധൈര്യപൂർവ്വം നേരിടാൻ തയ്യാറെടുക്കുകയും സുരക്ഷിതമായൊരു ഭാവിക്കായി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനമെന്ന് ഈ ഭൂകമ്പങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.